ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായിട്ടാണ് എത്തിയതെങ്കിലും അടിപൊളി ഗെയിം ആയിരുന്നു സിബിൻ കളിച്ചതെന്ന് പറയുകയാണ് സഹമത്സരാർത്ഥിയായ അഭിഷേക് ശ്രീകുമാർ. ലാലേട്ടൻ വിമർശിച്ചപ്പോൾ പുള്ളിക്ക് അത് വലിയ വിഷമമായി പോയി. തങ്ങളൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പുള്ളി പുറത്തെ കാര്യങ്ങളടക്കമായിരുന്നു ചിന്തിച്ചിരുന്നതെന്നും അഭിഷേക് പറയുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിഷേക്. ബിഗ് ബോസിന് അപ്പുറത്തുള്ള ദിവസങ്ങൾ കൂടി സിബിൻ ചിന്തിച്ചിരിക്കാമെന്നും ഒരുപക്ഷെ തനിക്ക് പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ ഈ 100 ദിവസം കഴിഞ്ഞാൽ താൻ എങ്ങനെ ജീവിക്കുമെന്ന ചിന്ത വന്നു. അത് ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ചിന്തയാണെന്നും തനിക്കും അത് ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നതായിരുന്നു തന്റെ രീതിയെന്നും അഭിഷേക് പറയുന്നുണ്ട്. സിബിന് അങ്ങനെയായിരുന്നു. കുടുംബത്തിലെ എന്തൊക്കെയോ പ്രശ്നങ്ങളും അമ്മയെയും അച്ഛനെയും ഒക്കെ നോക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നു. ഒന്നും സംഭവിക്കില്ല, ചേട്ടൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഋഷി പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ച ഒരു ചോദ്യമുണ്ടെന്നും ഇറങ്ങിക്കഴിയുമ്പോൾ പ്രശ്നമാണെങ്കിൽ നീ എന്റെ കാര്യം നോക്കുമോ എന്നതായിരുന്നു ആ ചോദ്യമെന്നും അതോടെ ഋഷിക്ക് മിണ്ടാൻ പറ്റിയില്ല. ആ ചോദ്യം ന്യായമായിരുന്നുവെന്നും അഭിഷേക് പറയുകയാണ്. അവിടെയുള്ള 100 ദിവസം മാത്രമല്ല, അതിനുശേഷം അനേകം ദിവസങ്ങൾ കിടക്കുകയാണെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ ആകെ ബാധിച്ചേക്കും. കരിയറിൽ അതുപോലത്തെ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ തിരിച്ചു കയറിയ ആളാണെന്ന് സിബിൻ തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അഭിഷേക് വ്യക്തമാക്കി. ഇനിയൊരു തകർച്ച നേരിടാനോ അത്തരമൊരു റിസ്ക് എടുക്കാനോ കഴിയില്ല എന്ന നിലയിലായിരുന്നു സിബിൻ നിന്നതെന്നും അതോടെ ആ പ്രശ്നത്തോടെ സിബിൻ മാനസികമായി വല്ലാതെ തളർന്നുവെന്നും നമുക്ക് എല്ലാവർക്കും അത്തരമൊരു അവസ്ഥയുണ്ടാകും, അത് ആരാണെങ്കിലും ഉണ്ടാകുമെന്നും താരം പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ബിഗ് ബോസ് ഷോയ്ക്ക് പറ്റിയ ആളല്ല താനെന്ന് തനിക്കും തോന്നിയിട്ടുണ്ടെന്നും അതായത് കുറച്ച് ഫേക്ക്നെസ് ഒക്കെ കാണിച്ച് പിടിച്ചു നിൽക്കണം, തന്റെ ക്യാരക്ടറിൽ നിൽക്കാനായിരുന്നു താൻ തീരുമാനിച്ചത്. അങ്ങനെ നിൽക്കുമ്പോൾ താൻ സൈലന്റ് ആയി പോകുന്നുണ്ടോ എന്ന സംശയം ഉണ്ടായിരുന്നുവെന്നും അഭിഷേക് ശ്രീകുമാർ വ്യക്തമാക്കി. അവിടെ ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും ഉള്ള പ്രശ്നങ്ങളാണ് പിടിക്കേണ്ടതെന്ന് സിജോ പറയുമായിരുന്നുവെന്നും താൻ ഒരു ബേബി മെറ്റീരിയൽ അല്ല എന്ന് ആ സമയത്തൊക്കെ താൻ സ്വയം ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നീ ബേബി മെറ്റീരിയൽ ആകുന്ന സ്വയം പറഞ്ഞതെന്നും അഭിഷേക് പറയുന്നുണ്ട്. തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ താൻ പലപ്പോഴും അങ്ങ് വിട്ടുകളയും, അവർ പറഞ്ഞിട്ട് അങ്ങ് പോട്ടെ എന്ന് വെക്കുന്നതാണ്. അത് ബിഗ് ബോസിൽ ചെയ്തു കഴിഞ്ഞാൽ നടപടിയാകുന്ന കാര്യമല്ല. അത് തനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് മാറാൻ തന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചാണ് താൻ അതിലേക്ക് മാറുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിൽ തന്നെ പറഞ്ഞാൽ താനും പറയുമെന്ന ലൈനിലായിരുന്നു താൻ മുന്നോട്ട് പോയതെന്നും അഭിഷേക് പറയുന്നുണ്ട്. ബിഗ് ബോസ് ഫിനാലെ സ്റ്റേജിൽ നടത്തിയ കോമഡി സ്കിറ്റ് താൻ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. അതിന്റെ ചില ക്ലിപ്പുകളൊക്കെ എടുത്ത് തന്റെ ചില സുഹൃത്തുക്കൾ റിയാക്ട് ചെയ്യുന്നത് കണ്ടു. ഒരാൾ മാറാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയുമാണ് വേണ്ടത്. വീട്ടിൽ ജോലി ചെയ്യാത്ത ഒരു വ്യക്തിയാണ് താനെന്നും പക്ഷെ അവിടെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തെന്നും അഭിഷേക് കൂട്ടിച്ചേർത്തു. അതേസമയം ബിഗ് ബോസിൽ വലിയ വഴക്കുകളൊന്നും വയ്ക്കാത്ത മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ. ടാസ്കുകളിൽ മികച്ചു നിൽക്കുന്ന മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ സീസൺ 6 ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കാനും അഭിഷേക് ശ്രീകുമാറിന് സാധിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.